ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ഡേയ്സിന് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബ്യൂട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഞാൻ കുറച്ച് അങ്ങനെ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്മെറ്റോളജിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണേ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഹെന്നയുടെ ഇതാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഹെന്ന മിക്സ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കളർ കുറച്ച് ഹെയർ കളറും കുറച്ച് തിക്നെസ്സൊക്കെ കൂടെ വരാനായിട്ട് പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക്. അതായത് ലെങ്ത്ത് കുറവുള്ള മുടിക്കാണെങ്കിൽ അങ്ങനെ, ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ. അപ്പോൾ ഞാനൊരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ലെമൺ, കുറച്ച് തൈര്, പിന്നെ പച്ചക്കർപ്പൂരം, പിന്നെ ചായയുടെ അതായത് ടീ വാട്ടറല്ലേ ഒരു തിളപ്പിച്ച് വെച്ചത്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയൺ കണ്ടൻറ്റിന് വേണ്ടി ഒരു ദിവസം മുന്നേ തന്നെ ഇത് നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഒരു മുട്ട കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അയണും കൂടെ കണ്ടൻറ്റും കൂടെ ഇൻക്ലൂഡ് ആയപ്പോൾ നല്ലപോലെ ഒരു അയൺ മുടിക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് വന്നിട്ട് അത് നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ പേസിലാണ് നമ്മൾ വരേണ്ടത്. ആദ്യം ഇങ്ങനെ മുടി നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആഡ് ചെയ്യണം കേട്ടോ ഈ ഹെന. അപ്പോൾ നന്നായി തന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. 1 hour ആഡ് ചെയ്ത് തലയിൽ തേച്ചിട്ട് വേണം ആഫ്റ്റർ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഹെയർ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബേസിലായിരിക്കണം നമ്മൾ ഹെയർ എപ്പോഴും ഹെന്ന തേച്ചിട്ട് ചുറ്റി വെക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ആ ടോപ്പായിട്ട് അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ലെയറായിട്ട് പോയിട്ട് അങ്ങനെ തൂങ്ങിയിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ വൃത്തിയോടെ വേണം ചെയ്യാനായിട്ട്. കാരണം ഇതിൽ കറയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മന്ത്ലി ഓൺസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ ഇത് ഹെന്ന ചെയ്യുകയാണെങ്കിൽ കൂടെ. അപ്പം കടയിലൊക്കെ പാക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടല്ലോ, അത് അരച്ച് നല്ലോണം അരച്ചിട്ട് ചെയ്താലും മതി. അതാണ് നാച്ചുറലായിട്ടുള്ള ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ ഇത് നല്ലപോലെ തേച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ വെക്കണം കേട്ടോ. ആഫ്റ്റർ 1 hour കഴിഞ്ഞിട്ട് ഇതുപോലെ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ബൈ, സീ യു.